ഫ്രഷ് കട്ടിന്റെ ഉപാധികളോടെ പ്രവർത്തനാനുമതി കോഴിക്കോട് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അസ്ലമുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. അസ്ലം, എന്തൊക്കെയാണ് ഈ ഉപാധികൾ? മാത്രമല്ല ഈ പ്രവർത്തനാനുമതിക്കുള്ള സമയക്രമം കൂടി എങ്ങനെ? ഫ്രഷ് കട്ടിന്റെ പ്രതിഷേധം വലിയ സംഘർഷമായി മാറിയതിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുകയും തുടർന്ന് ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഫാക്ടറിയിൽ ഒരു ഭാഗം തീയിടുകയൊക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിലാണ് അവർക്ക് നിബന്ധനകളോട് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. പ്രധാന നിബന്ധന എന്ന് പറയുന്നത് അവരുടെ കപ്പാസിറ്റി, അതായത് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള കപ്പാസിറ്റി 25 ടണ്ണിൽ നിന്നും 20 ടണ്ണായി കുറച്ചിട്ടുള്ളത്. 20 ടൺ മാലിന്യങ്ങൾ മാത്രമേ അവിടെ സംസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്ന അതായത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണിയുള്ള സമയത്ത് പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നതാണ് രണ്ടാമത്തെ ഒരു നിബന്ധന. മറ്റൊരു നിബന്ധന എന്ന് പറയുന്നത്, അവിടെ ഇതുവരെ ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസം പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കെട്ടിവെച്ചിരിക്കുന്ന പഴയ മാലിന്യങ്ങളുണ്ട്. ആ പഴയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് സംസ്കരിക്കരുത്, പകരം എല്ലാ ദിവസമുള്ള പുതിയ മാലിന്യങ്ങളാണ് കൊണ്ടുവരുന്നത്. കാരണം പഴയ മാലിന്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധവും മറ്റുമൊക്കെ വീണ്ടും പ്രദേശവാസികൾ പ്രതിഷേധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ മാലിന്യങ്ങൾ മാത്രമേ കൊണ്ടുവരാവൂ എന്നുള്ളതാണ് മൂന്നാമത്തെ നിബന്ധന. ഈ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം. എന്തായാലും ഫ്രഷ് കട്ട് അധികൃതർ അവിടുത്തെ പ്രവർത്തന സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കും. അതോടൊപ്പം ചില പരിശോധനകൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടുത്തെ മലിനജലം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ETPയുടെ പ്രവർത്തനം അത് പരിശോധിക്കും. ആഴ്ചയിൽ ഒരിക്കൽ NITയിൽ നിന്നുള്ള ഒരു വിദഗ്ധൻ അവിടെ പോയി അത് പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള നിബന്ധനകളൊക്കെ തന്നെ പാലിക്കുന്നുണ്ട് എന്ന് ശുചിത്വ മിഷനും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായാൽ അതിൻ്റെ അവർക്കുള്ള പ്രവർത്തനാനുമതി ഒഴിവാക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ശുചിത്വ മിഷൻ്റെയും മറ്റു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റൂറൽ SP KE ബൈജു ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്.